45-50 വയസ്സായപ്പോൾ തന്നെ ആളുകൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് കാണുമ്പോൾ ഭയങ്കര പേടിയാ. കാരണം എന്താ? മുട്ട് മടങ്ങി ഇരിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ല് തേയ്മാനം കൊണ്ട് 45 വയസ്സാകുമ്പോഴത്തേന് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാല് മടങ്ങാത്ത വലിയൊരു ബുദ്ധിമുട്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ചില വ്യായാമങ്ങൾ ഞാനിവിടെ പറയാം. ഒന്ന് നമ്മൾ കൈ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വയറിലോട്ട് വലിച്ചൊട്ടിക്കുന്നത്. ഇതൊരു 10ഓ 15ഓ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കാല് മടക്കി നിർത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇതുപോലെ ബെഡിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ആംഗിൾ ജോയിൻറ്റിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതങ്ങനെ വലിച്ച് നമ്മുടെ ഈ തൈസിലോട്ട് മുട്ടിക്കുന്നത്. ഇത് 2 സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. കാലിൽ മുട്ട് നല്ലോണം നീരുള്ള ആളുകൾക്ക് ഇത് അത്ര ഈസി ആയിട്ട് വലിക്കാൻ പറ്റില്ല. എത്രത്തോളം വലിച്ച് അടുപ്പിക്കാൻ പറ്റുമോ അത്ര ചെയ്ത് പിന്നെ റിലീസ് ചെയ്യാം. വീണ്ടും അത് വലിക്കാം. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ ഒന്നും കൂടി അടുത്തടുത്ത് കാൽ നന്നായിട്ട് വലിക്കാൻ പറ്റും. ഒരാഴ്ചയോ 2 ആഴ്ചയോ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കാഫ് മസിൽ, നമ്മുടെ ഈ ഹാംസ്ട്രിങ്, ക്വാഡ്രിസെപ്സ് ഒക്കെ നല്ലോണം സ്ട്രെങ്തൻ ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റ് ആകാനും ഇതിനോട് കൂടെ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും നമുക്ക് ഈ പറഞ്ഞ മുട്ടുവേദന അല്ലെങ്കിൽ കാലിൻ്റെ മടക്കലും നീർത്തലും നല്ല പൂർണ്ണമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് നിലത്ത് ഇരുന്ന് എണീക്കാനൊക്കെ ഭയങ്കര സുഖമായിട്ട് പറ്റും. അതുപോലെ ഇങ്ങനെ ടോ സ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ കാഫ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഇങ്ങനെ എവിടെയെങ്കിലും പിടിച്ചതിന് ശേഷം ഇങ്ങനെ സ്ക്വാട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ് പോലത്തെ മസിൽസ് സ്ട്രോങ് ആക്കാനും സഹായിക്കും. ഇതുമൂലം മുട്ടിലോട്ടുള്ള ലോഡ് കുറയുകയും മുട്ടുവേദന കുറയും കാല് ശരിക്കും നമുക്ക് മടക്കാൻ പറ്റും.